ഇടുക്കിയിൽ കനത്ത മഴ തുടരുന്നു. വ്യാപകമായി മഴ പെയ്തു എന്ന് വേണം പറയാൻ. ഉടുമ്പൻചോലയിൽ മരം വീണ് ഒരു തൊഴിലാളിയായിട്ടുള്ള സ്ത്രീക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്. തമിഴ്നാട് തേനി സ്വദേശി ലീലാവതിയാണ് മരിച്ചത്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ശേഷം തോട്ടത്തിൽ പണിയെടുക്കുന്നതിനിടയിലാണ് ഈ ദാരുണമായിട്ടുള്ള അപകടമുണ്ടായത്. കനത്ത കാറ്റ് അവഗണിച്ച് തോട്ടങ്ങളിൽ പണിയെടുപ്പിച്ചെന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. മലയോര പാതകളിൽ വ്യാപകമായി മണ്ണിടിച്ചിലാണ്. മെഡിക്കൽ കോളേജിന്റെ പുതിയ കെട്ടിടത്തിലേക്കുള്ള വഴിയിലും മണ്ണിടിയുകയാണ്. വിവരങ്ങളുമായി ജെയിൻ എസ് രാജുണ്ട്. ജെയിൻ, മണ്ണിടിച്ചിൽ, മരം വീഴൽ ഇതുതന്നെയാണ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന പ്രശ്നമെന്ന് പറയുന്ന എല്ലാ മഴക്കാലത്തും. ഇപ്പോഴിതാ അതിശക്തമായി മഴ തുടരുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അപകടങ്ങളൊക്കെ ആവർത്തിച്ച് സംഭവിക്കുകയും ചെയ്യുകയാണ്. എവിടങ്ങളിലൊക്കെയാണ് ഇപ്പോൾ ഈ കെടുതി രൂക്ഷമായി തുടരുന്നത്? എന്താണ് നിലവിൽ ഈ സമയത്ത് ജില്ലയിലെ സാഹചര്യം? അക്ഷയ, ജില്ലയുടെ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. പലയിടത്തും രാവിലെ ആരംഭിച്ച മഴ ഇതുവരെ ശമിച്ചിട്ടില്ല. മണ്ണിടിച്ചിൽ, അതോടൊപ്പം തന്നെ മരം വീണുള്ള അപകടങ്ങൾ ഇതാണ് ഇപ്പോൾ നേരിടുന്നത്. ഉടുമ്പൻചോലയിലാണ് ഒരു തൊഴിലാളി സ്ത്രീയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. തമിഴ്നാട് തേവാരം സ്വദേശിയായിട്ടുള്ള ലീലാവതിയാണ് മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും ജോലിക്ക് ഇറങ്ങിയപ്പോഴാണ് വലിയ മരം കടപുഴകി വീണത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അവരുടെ മരണം സംഭവിക്കുകയായിരുന്നു. നമുക്കറിയാം, മഴ മുന്നറിയിപ്പുള്ള ഘട്ടങ്ങളിൽ മലയോര മേഖലയിൽ തോട്ടം തൊഴിലാളികളെ ജോലി ചെയ്യിപ്പിക്കരുത്, പ്രത്യേകിച്ച് ഏലത്തോട്ടങ്ങളിൽ. കാരണം ഒരുപാട് മരങ്ങളുള്ള സ്ഥലമാണ് ഈ ഏലത്തോട്ടം എന്ന് പറയുന്നത്. അവിടെ ജോലി ചെയ്യിപ്പിക്കരുത് എന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷെ അത് അവഗണിച്ചും തോട്ടം ഉടമകൾ ഈ തൊഴിലാളികളെ അവിടെ ജോലിയെടുക്കാൻ നിർബന്ധിക്കുകയാണ് എന്നൊരു ആക്ഷേപമാണ് ഉയരുന്നത്. ഇന്നലെയും ഒരു തൊഴിലാളി സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഇത് തുടർച്ചയായി ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ആശങ്കാജനകമാണ്. അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും അതോടൊപ്പം തന്നെ ഇത്തരം നിയമലംഘനങ്ങൾ നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പമാണ് മലയോര പാതകളിൽ മരം വീണും അതോടൊപ്പം തന്നെ മണ്ണിടിഞ്ഞു വീണും ഉണ്ടാകുന്ന ഗതാഗത തടസ്സങ്ങൾ. കൊച്ചി ധനുഷ്കോടി ദേശീയപാത, തേക്കടി മൂന്നാർ സംസ്ഥാന പാത, അന്തർ സംസ്ഥാന പാതകൾ, ഇവിടെയൊക്കെ പലയിടത്തായി മണ്ണിടിയുകയും മരം വീണും ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് നേരിമംഗലം ഭാഗത്ത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടായത്. അവിടെ 6-ാം മൈലിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം ഇടുക്കി മെഡിക്കൽ കോളേജിന് സമീപത്ത് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ മെഡിക്കൽ കോളേജിന്റെ പുതിയ കെട്ടിടത്തിലേക്കുള്ള പാതയിലാണ് മണ്ണിടിഞ്ഞു വീണിരിക്കുന്നത്. അതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കാഷ്വാലിറ്റി താൽക്കാലികമായി പഴയ കെട്ടിടത്തിൽ പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മണ്ണ് നീക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജില്ലയിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ കൂടുതൽ മഴ ശക്തി പ്രാപിക്കാനാണ് സാധ്യത. ഇതുവരെ റെഡ് അലർട്ടാണ് ഇടുക്കി ജില്ലയിലുള്ളത്. മഴ ഇനിയും ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. മഴയേക്കാൾ അപ്പുറത്തേക്ക് കാറ്റ് അതിശക്തമാകാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്.